ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോബഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദ ഗുഡ് ബാഡ് മദറിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ പാർട്ട് 2 ആണ് കാണാനായി പോകുന്നത്. ആ പന്നി ഫാം ഒഴിപ്പിക്കാനായി അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഇദ്ദേഹമാണ് ഗ്രാമത്തലവനായ ചായോ. ഇയാളുടെ ഭാര്യയാണ് ഈ മേക്കപ്പ് ഇട്ടിരിക്കുന്ന ചേച്ചി. അവിടെ എത്തുമ്പോഴാണ് ഫാം നടത്തുന്നത് ഒരു ലേഡിയാണെന്ന് അവരറിയുന്നത്. കൂട്ടത്തിൽ അവർ പ്രഗ്നന്റ് ആണെന്നും അറിയുന്നതോടെ അവരുടെ ദേഷ്യമൊക്കെ ഒന്ന് കെട്ടടങ്ങും. ആ കൂട്ടത്തിൽ ഒരു ലേഡിയും പ്രഗ്നന്റ് ആയിരുന്നു. ഇതാണ് അവരുടെ ഹസ്ബൻഡ്. അവർക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. മറ്റൊരു സ്ത്രീയുടെ മുതുകിൽ ഒരു കുഞ്ഞിനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവന്റെ പേര് സാം എന്നാണ്. ഇവരുടെ ഹസ്ബൻഡാണ് ഇദ്ദേഹം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് യോങ്സോയ്ക്ക് പെട്ടെന്ന് വയറുവേദന വരുന്നത്. ഇത് ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമൊന്നുമില്ല. ഫോൺ വിളിക്കാനായി ചായോ റേഞ്ച് തപ്പി മതിലിന്റെ മണ്ടയ്ക്കൊക്കെ വലിഞ്ഞു കയറുന്നുണ്ട്. ബാക്കി 2 ആണുങ്ങളും കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥന തുടങ്ങും. അകത്ത് ഇതേ സമയം ആ അമ്മുമ്മയാണ് യോങ്സോണിന്റെ പ്രസവം എടുക്കുന്നത്. അങ്ങനെ യോങ്സോണിന് ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നത്. ചോയുടെ ആഗ്രഹപ്രകാരം കാങ്ഹോ എന്ന് അവന് പേരിടും. ഇത് പുറത്തുള്ളവരോട് വന്ന് പറയുന്നതും പ്രഗ്നന്റ് ലേഡിയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് പൊട്ടിക്കരയും. ഇത് കാണുന്ന ബാക്കിയുള്ളവർ കാര്യം തിരക്കുന്നതും ഒന്നുമില്ല, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്, അടുത്തതായി എന്റെ കുഞ്ഞല്ലേ വരാൻ പോകുന്നത്. ഇത് കേട്ട് ബാക്കി എല്ലാവരും ചിരിക്കും. ഇത് കണ്ടുവരുന്ന പ്രഗ്നന്റ് ലേഡി പെട്ടെന്ന് വയറിൽ പിടിച്ച് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കും. ഓ, നീയും പ്രാക്ടീസ് തുടങ്ങിയോ എന്ന് അവര് കളിയാക്കി ചോദിക്കുന്നുമുണ്ട്. പിന്നീടാണ് അത് കളിയല്ല, അവർക്കും ഡെലിവറി ടൈം ആയതിന്റെ പെയിൻ ആണെന്നത് മനസ്സിലാകുന്നത്. പെട്ടെന്ന് തന്നെ അമ്മുമ്മ വെള്ളം ചൂടാക്കാനായി പറഞ്ഞ് അവരെയും റൂമിലേക്ക് കൊണ്ടുപോകും. ചായോ ആകട്ടെ നേരത്തെ ഓടിക്കയറിയതുപോലെ പിന്നെയും ആ മതിലിന്റെ മണ്ടയ്ക്ക് തന്നെ വലിഞ്ഞു കയറി ഫോൺ വിളിക്കാനായി തുടങ്ങും. അങ്ങനെ അവർക്ക് ജനിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് മിജോ എന്നാണ് പേരിടുന്നത്. പിന്നീട് കാണിക്കുന്നത് അവരുടെ കുട്ടിക്കാലമാണ്. ക്ലാസ്സിലിരിക്കുന്ന മിജോ, നിനക്ക് അമ്മയോട് ചോദിച്ച് ഒരു ദിവസത്തേക്ക് പഠിക്കാതെ ഞങ്ങളുടെ കൂടെ പിക്നിക്കിന് വന്നുകൂടെ എന്ന് കാങ്ഹോയോട് ചോദിക്കും. അപ്പോഴാണ് സാം അങ്ങോട്ടേക്ക് വന്ന് അവന്റെ തലയിലേക്ക് ഒരു ഷൂ എടുത്തെറിയുന്നത്. പക്ഷെ കാങ്ഹോ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കും. സാം വന്ന് ഷൂ എടുത്തു. ഹോ, ഇതിനെന്തൊരു നാറ്റമാണ്, പന്നിയുടെ വേസ്റ്റ് പോലെ നാറുന്നുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കും. ഇത് കേട്ട് സഹിക്കാനാവാതെ മിജോ അവനെ പോയി അടിക്കും. സാം അവളെ തള്ളിയിട്ട്, നിനക്ക് അവനെ ഇഷ്ടമാണോ? അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, പഠിക്കാൻ മാത്രമേ അറിയാവൂ, അവനൊരു ലൂസറാണ്, അവന് അച്ഛൻ പോലുമില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നതും ദേഷ്യം വരുന്ന കാങ്ഹോ അവനെ അടിക്കുകയും കുറെ ചീത്ത പറയുകയും ചെയ്യും. അന്ന് വീട്ടിൽ ചെല്ലുന്നതും കാങ്ഹോയുടെ അമ്മ, നീ എവിടെ നിന്നാണ് ഈ ചീത്ത വാക്കൊക്കെ പഠിച്ചത് എന്ന് പറഞ്ഞ് അവനെ ഒരുപാട് അടിക്കും. അവനാണ് എന്നെ ആദ്യം വിളിച്ചതെന്ന് കാങ്ഹോ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ കാങ്ഹോയെ വഴക്ക് പറഞ്ഞ് പിന്നെയും പൊതിരെ തല്ലും. കുറച്ചു കഴിഞ്ഞ് അടി കിട്ടിയ വേദനയിൽ കരഞ്ഞു കരഞ്ഞാണ് ഫുഡ് കഴിക്കുന്നത്. കാങ്ഹോയോട് അവന്റെ അമ്മ, പന്നിയുടെ വേസ്റ്റ് ആയാൽ അത് നാറും, പിന്നെ നിനക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന് ഇങ്ങനെ കിടന്ന് അടിയുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. പഠിച്ച് നല്ലൊരു പ്രോസിക്യൂട്ടർ ആവുക. പിന്നീട് നിന്നോട് ഇങ്ങനെ ആരും സംസാരിക്കാനോ കളിയാക്കാനോ ഉള്ള ധൈര്യം കാണിക്കില്ല. അതിനെയാണ് പവർ എന്ന് പറയുന്നത്. എന്നെ പിക്നിക്കിന് വിടുമോ എന്ന് ഖാങ് ചോദിക്കുന്നുണ്ടെങ്കിലും ലൈഫിൽ സക്സസ് ആകാനായി കുറച്ചു കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം എന്ന് കാങ്ഹോയുടെ അമ്മ പറയും. ഫുഡ് കഴിക്കാനായി സ്പൂൺ എടുക്കുന്നതും, ഫുഡ് കഴിച്ച് മതിയെങ്കിൽ നിർത്തിക്കോ, കൂടുതൽ കഴിച്ചാൽ പഠിക്കാൻ പറ്റില്ല, ഉറക്കം വരും, ദാ ബാക്കി കൂടി ഇരുന്ന് പഠിക്കാനായി പറഞ്ഞ് അമ്മ ബുക്ക് കൊടുത്തിട്ട് പോകും. കാങ്ഹോ അവന്റെ ബാഗിൽ നിന്നും പിക്നിക്കിന് പോകാനുള്ള ഫോം എടുത്ത് അതിൽ റീസൺ എഴുതേണ്ടിടത്ത് ബാഡ് മദർ എന്ന് എഴുതും. പിന്നീട് കാണിക്കുന്നത് വലുതായ മിജോയെയും കാങ്ഹോയെയുമാണ്. ഇന്ന് മിജോയുടെ ബർത്ത്ഡേ ആണ്. ഇതേ ദിവസം തന്നെയാണ് കാങ്ഹോയുടെയും ബർത്ത്ഡേ. രാവിലെ അമ്മയെ കൊണ്ട് സൂഷി ഉണ്ടാക്കി അത് മുഴുവനും എടുത്തോണ്ട് പോകുന്നത് കണ്ട് അമ്മ മിജോയെ ഇട്ടോട്ടിക്കും. പിന്നീട് അവരുടെ സ്കൂളാണ് കാണിക്കുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ബാക്കി സമയം വെറുതെ കളയാതെ കാങ്ഹോ ബുക്കുമായി റൂമിലേക്ക് പഠിക്കാനായി പോകും. കാങ്ഹോ അവിടെ വരുമെന്നറിയാവുന്ന മിജോ അവൻ വരുന്നതിന് മുൻപേ തന്നെ അവിടെ ഒളിച്ചിരിക്കും. ഇതൊന്നും അറിയാത്ത സാം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതും കാങ്ഹോ റൂമിലേക്ക് പോകുന്നത് കണ്ട് പുറത്തു നിന്ന് റൂം പൂട്ടും. മിജോയും അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതാ നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ്
രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സൂഷി എടുത്ത് കാങ്ഹോയ്ക്ക് കൊടുക്കും. അതിലെ ക്യാരറ്റ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ക്യാരറ്റ് മാത്രം മാറ്റിവെക്കും. അങ്ങനെ അതിലെ 2 കഷ്ണം കഴിച്ചതിന് ശേഷം എനിക്ക് കൂടുതൽ കഴിച്ചാൽ ഉറക്കം വരും, എനിക്ക് ബാക്കി പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാക്കി അവളുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെ ബെല്ലടിച്ച് റൂം തുറക്കാനായി നോക്കുന്നതുമാണ് റൂം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന കാര്യം അവരറിയുന്നത്. ക്ലാസ് ടൈം ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ കുട്ടികളൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ഇവർ വിളിക്കുന്നതും ആരും കേൾക്കില്ല. മിജോയ്ക്ക് കാങ്ഹോയോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇതാണ് പറ്റിയ അവസരമെന്ന് കരുതി മിജോയും ഇനി കൂടുതലൊന്നും വിളിക്കണ്ട, നമുക്ക് ഇവിടെ തന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ കുറെ കഴിയുന്നത് മിജോയ്ക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ഒരു മിഠായി എടുത്ത് കഴിക്കും. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല എന്ന് കരുതി മിജോ അവനോട് ഇഷ്ടം തുറന്നു പറയാനായി ചെല്ലും. പക്ഷെ അപ്പോഴും കാങ്ഹോ പഠിക്കുന്ന തിരക്കിലാണ്. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി നിന്റെ മുൻപിൽ ഈ റൂമിൽ ഒറ്റയ്ക്ക് കിട്ടിയിട്ടും നീ ഇപ്പോഴും ബുക്ക് എടുത്തു വെച്ച് പഠിക്കുകയാണോ എന്ന് ചോദിക്കും മിജോ. ഖാങ്ങിന്റെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി വന്ന് എന്റെ മുഖത്തേക്ക് നോക്ക് എന്ന് മിജോ പറയുന്നതും അവൻ വായിച്ചുകൊണ്ടിരുന്ന ഒരു സെന്റൻസ് അവളുടെ മുഖത്തേക്ക് നോക്കി പറയും. ഇത് നാളെ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുമെന്ന് പറയുന്നത് കേൾക്കുന്ന മിജോ ദേഷ്യത്തോടെ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നേരെ പോയി അവിടെ ഇരിക്കുന്ന ഒരു റിംഗ് എടുത്ത് കറക്കാനായി തുടങ്ങും. നല്ല സ്ലിം ആയിട്ട് വേണം എനിക്ക് നിന്നെക്കാട്ടിലും കാണാൻ കൊള്ളാവുന്നതും പണക്കാരനുമായ ഒരു പയ്യനെ കെട്ടാൻ. നീയൊക്കെ ഇവിടെ ജീവിതകാലം മുഴുവനും പഠിച്ച് കിടക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആ റിങ് സ്പീഡിൽ കറക്കാനായി തുടങ്ങും. ഇത് കാണുന്നതും കാങ്ഹോയ്ക്കും ചിരി വരും. പെട്ടെന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മിഠായി മിജോയുടെ തൊണ്ടയിൽ കുരുങ്ങുന്നത്. ഇതേ സമയം കാങ്ഹോയുടെ അമ്മ കാങ്ഹോയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായി കുറെ ഫുഡും കേക്കും ഒക്കെ ഉണ്ടാക്കി അവനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറെ നേരമായി കാണാത്തത് കൊണ്ട് തന്നെ മിജോയെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മിജോയും മിസ്സിംഗ് ആണെന്നത് അറിയുന്നത്. അങ്ങനെ കാങ്ഹോയുടെ അമ്മയും മിജോയുടെ അമ്മയും അവിടുത്തെ ഗ്രാമത്തലവനായ ചായോയും അയാളുടെ ഭാര്യയായ മേക്കപ്പ് ചേച്ചിയും കൂടെയാണ് അന്വേഷിച്ചിറങ്ങുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ സാമിന്റെ വീട്ടിലേക്കാണ് ആദ്യം ചെല്ലുന്നത്. അവിടെ ചെന്ന് മിജോയും കാങ്ഹോയും മിസ്സിംഗ് ആണെന്ന് പറയുമ്പോഴാണ് സാം മിജോയും അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഓടുന്നത്. അവരും അവന്റെ പിറകെ പോകും. അതേസമയം അവിടെ മിജോയുടെ തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുന്ന മിഠായി എടുക്കാനുള്ള ശ്രമത്തിലാണ് കാങ്ഹോ മിജോയുടെ വയറ്റിൽ അമർത്തി ആ മുട്ടായി പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുന്നതും റൂം തുറക്കുന്നതും ഒരേ സമയത്താണ്. ഈ സീനാണ് അവരെല്ലാം കാണുന്നത്. മേക്കപ്പ് ചേച്ചിയാകട്ടെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വേറൊന്നും സംഭവിച്ചു കാണില്ല എന്ന് പറയും. കാങ്ഹോയുടെ അമ്മ വാ നമുക്ക് പോകാം, നാളെ നിനക്ക് പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് ബുക്കും സാധനങ്ങളും എല്ലാം എടുക്കുന്നതും കാങ്ഹോ അതിൽ മിജോയുടെ ഫോട്ടോ വരച്ചിരിക്കുന്നത് കാണാം. അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കാതെ പെട്ടെന്ന് തന്നെ കാങ്ഹോയെ അവിടെ നിന്ന് കൊണ്ടുപോകും. മിജോയുടെ അമ്മയും നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം എന്ന് പറയും. പക്ഷേ സാമിന്റെ അമ്മയാകട്ടെ എന്നെ മാനം കെടുത്താനായി ഉണ്ടായവനെന്ന് പറഞ്ഞ് ആ റൂമിലിട്ട് സാമിനെ പൊതിരെ തല്ലും. വീട്ടിലെത്തുന്നതും നിനക്ക് വേണ്ടിയാണ് ഫുഡും കേക്കും ഒക്കെ വാങ്ങി ഞാൻ വെയിറ്റ് ചെയ്തത്, നിനക്ക് വിശക്കുന്നില്ലേ, വാ വന്നിരുന്ന് കഴിക്കാനായി പറയും. പക്ഷേ കാങ്ഹോ ഞാൻ സൂഷി കഴിച്ചു, അതുകൊണ്ട് തന്നെ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയും. എങ്കിൽ പഠിച്ചിട്ട് പോയി കിടന്നുറങ്ങാനായി പറഞ്ഞുവിടും. അടുത്ത ദിവസം കാങ്ഹോയെ അമ്മയാണ് എക്സാമിന് കൊണ്ടാക്കുന്നത്. കൂടുതൽ കഴിക്കരുത്, ലിസണിംഗ് ടെസ്റ്റ് സമയത്ത് ചിലപ്പോൾ ഉറക്കം വരും എന്ന് പ്രത്യേകം പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നുണ്ട് കാങ്ഹോയുടെ അമ്മ. എല്ലാവരും അവരവരുടെ പ്രിയപ്പെട്ടവർക്ക് എക്സാമിന് ബെസ്റ്റ് വിഷസ് നൽകാനായി ചുറ്റും വന്നു നിൽപ്പുണ്ട്. അതിനിടയിൽ മിജോയും കാങ്ഹോയെ സപ്പോർട്ട് ചെയ്യാനായി വന്നു നിൽപ്പുണ്ട്. എന്റെ ബോയ് ഫ്രണ്ടിന് ഓൾ ദി ബെസ്റ്റ് പറയാനായാണ് ഞാൻ വന്നത് എന്ന് വളരെ നാണത്തോടെ പറയും. ഇന്നത്തെ നിന്റെ ലക്കി കളർ യെല്ലോയാണെന്ന് പറഞ്ഞ് യെല്ലോ കളറിലുള്ള നെയിൽ പോളിഷും അവന്റെ വിരലിൽ ഇട്ടുകൊടുക്കും. എക്സാം കഴിഞ്ഞ് വയറ് നിറച്ച് കഴിക്കാനായി ഒരു ബോക്സ് നിറയെ സൂഷിയും കൊടുത്തു വിടുന്നുണ്ട്. കാങ്ഹോയാണ് ടോപ്പർ എന്ന് പറഞ്ഞ് ചിയർ ചെയ്താണ് കാങ്ഹോയെ സന്തോഷത്തോടെ എക്സാമിന് പറഞ്ഞു വിടുന്നത്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് വരുന്ന ഒരു സ്കൂട്ടർ മിജോയെ ഇടിച്ചിടുന്നത്. കാങ്ഹോയുടെ അമ്മ ഇതേ സമയം നമ്മുടെ മകന്റെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടിന് ഇന്നാണ് ഫലമുണ്ടാകാൻ പോകുന്നത്, നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും അവന് വേണം എന്ന് ഹസ്ബൻഡിന്റെ കല്ലറയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇതേ സമയം കാങ്ഹോ എക്സാം ഒന്നും എഴുതാതെ മിജോയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബോധം വരുന്ന അവൾ നീ എന്താണ് ഇവിടെ, നിനക്ക് എക്സാമിനുള്ള ടൈം ആയില്ലേ എന്ന് ചോദിക്കും. ഞാൻ അടുത്ത വർഷം എഴുതിക്കൊള്ളാം, നീ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ് കാങ്ഹോ മിജോയെ സമാധാനിപ്പിക്കും. പക്ഷേ താൻ കാരണമാണ്
കാങ്ഹോയ്ക്ക് എക്സാം മിസ്സായത് എന്ന സങ്കടത്തിൽ മിജോ വാവിട്ട് നിലവിളിക്കും. അന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുന്നതും കാങ്ഹോയുടെ അമ്മ, മേലാൽ നീ ഇനി വീട്ടിൽ കയറി പോകരുത്. ഇന്ന് നീ എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തു കളഞ്ഞു. നിനക്ക് ആ പെണ്ണാണല്ലേ വലുത്. അവൾക്ക് ആക്സിഡന്റ് പറ്റിക്കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എക്സാം എഴുതുന്നത് എന്ന് കാങ്ഹോ തിരിച്ചു ചോദിക്കും. അവൾ മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ. അവൾ ഒരാൾ കാരണമാണ് നിന്റെ ജീവിതം നശിച്ചു പോകുന്നത് എന്ന് കാങ്ഹോയുടെ അമ്മ പറയും. കാങ്ഹോ ഇത് കേട്ട്, എന്റെ ജീവിതമോ? എനിക്കതിന് ജീവിതമുണ്ടോ? നിങ്ങൾ പറയുന്നതാണ് ഞാൻ ഇത്രയും കാലം ചെയ്തത്. എനിക്കിതെല്ലാം മടുത്തു. അച്ഛൻ മരിച്ചത് ഞാൻ കാരണമാണോ? അതിന്റെ കാരണം അറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്നെ ഇത്രയും കാലം പഠിപ്പിച്ചത്. മറ്റുള്ള അമ്മമാരെല്ലാം ബാക്കിയുള്ളവരെ സഹായിക്കാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ കാരണം ഞാൻ വളരെ സെൽഫിഷായി മാറി. മറ്റുള്ളവരോട് സഹതാപമോ സ്നേഹമോ അങ്ങനെ ഒന്നും എനിക്കില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് എന്റെ ജീവിതത്തിൽ നടന്നത്. എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ചിലപ്പോഴൊക്കെ അങ്ങ് മരിച്ചു കളഞ്ഞാലോ എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. ഇത് പറയുന്നതും കാങ്ഹോയുടെ അമ്മ അവനെ അടിക്കും. നിനക്ക് രക്ഷപ്പെടണോ? എങ്കിൽ നീ നന്നായി പഠിക്കണം. ഈ നാറ്റം പിടിച്ച ഫാമിൽ നിന്നും അതുപോലെ തന്നെ ഇത്രയും വൃത്തികെട്ട ഒരു അമ്മയിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാം. നീ പഠിച്ച് നല്ല രീതിയിലാക്. എന്നാൽ മാത്രമേ നിനക്ക് ഇതൊക്കെ പറ്റൂ. അവനും അങ്ങനെ കരഞ്ഞുകൊണ്ട് റൂമിൽ പോയിരുന്ന് ബുക്ക് എടുത്തു വെച്ച് പഠിക്കാനായി തുടങ്ങും. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇന്ന് കാങ്ഹോ ആദ്യമായി പ്രോസിക്യൂട്ടറായി ചാർജ് എടുക്കുന്ന ദിവസമാണ്. യോങ്റ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കേസാണ് കോടതിയിൽ നടക്കുന്നത്. അതിന്റെ സൂപ്പർവൈസറാണ് തെറ്റ് ചെയ്തത്, കമ്പനിക്കാരല്ല എന്ന് പറഞ്ഞ് സൂപ്പർവൈസർക്ക് ശിക്ഷ വിധിക്കും. കോർട്ട് പിരിയുന്നതും സൂപ്പർവൈസറുടെ ഭാര്യ, അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, കമ്പനിക്കാരാണ് ഇതെല്ലാം ചെയ്തത്, അദ്ദേഹത്തെ വിളിച്ചതിന്റെ കോൾ റെക്കോർഡിങ്സ് അദ്ദേഹത്തിന്റെ പഴയ ഫോണിലുണ്ടെന്ന് പറഞ്ഞ് ആ പഴയ ഫോണ് കാങ്ഹോയെ ഏൽപ്പിക്കും. കാങ്ഹോ ആ ഫോണുമായി നേരെ ചെല്ലുന്നത് സോങ്വുവിന്റെ വീട്ടിലേക്കാണ്. ഇയാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതറിയാതെയാണ് അവർ ആ തെളിവ് കാങ്ഹോയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചത്. അങ്ങനെ സോങ്വുവിന്റെ വീട്ടിലെത്തുന്ന കാങ്ഹോയെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.